ഹലോ ഗൈസ്, സൈലന്റ് എംസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് മാച്ച് ഡേ 7 ശനിയാഴ്ച 7ഓളം മത്സരങ്ങളാണ് നടന്നത്. അതിൽ ഞാൻ കണ്ടത് ലിവർപൂളിൻ്റെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിവർപൂൾ മാച്ചും അതേപോലെ ആഴ്സണൽ വേഴ്സസ് സൗത്താംപ്ടൺ മാച്ചും ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഈ രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ലിവർപൂളിൻ്റെ മാച്ച് നോക്കാം. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിവർപൂൾ മാച്ച്. അതിൽ വെറും ഒരു ഗോളിൻ്റെ വ്യത്യാസം, ഒറ്റ ഗോൾ ജയമാണ് ലിവർപൂൾ നേടിയെടുത്തിരിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഒരു 4-2-3-1 ഫോർമേഷനിലാണ് ടീമിനാണ് നിർത്തിയിരുന്നത്. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഒരു 3-4-3 ഫോർമേഷനിലാണ് ടീമിനാണ് നിർത്തിയിരുന്നത്. മത്സരം തുടങ്ങി 30 സെക്കൻഡ് തികയുമ്പോൾ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഡി എൻകെറ്റിയ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി സ്കോർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ ഷോക്ക്ഡ് ആയിപ്പോയി, അവരുടെ ഫാൻസ് ഒക്കെ ഷോക്ക്ഡ് ആയിപ്പോയി. പക്ഷേ VAR ചെക്ക് വന്നു, അത് ഓഫ് സൈഡ് വിധിച്ചു. സോ അത് ഡിസലൗഡ് ആയി. അതിനുശേഷം അറ്റാക്കിങ്ങിന്റെ കൺട്രോൾ ലിവർപൂൾ ഏറ്റെടുത്തു. സ്ഥിരം കാഴ്ച തന്നെ. ലിവർപൂളിന് വേണ്ടി 9ാമത്തെ മിനിറ്റിലാണ് മത്സരത്തിൽ ഒരേ ഒരു ഗോള് ദിയോഗോ ജോട്ട, പോർച്ചുഗീസ് പ്ലെയർ, സ്കോർ ചെയ്യുന്നത്. സിമിക്കാസ് മിഡ്ഫീൽഡിൽ നിന്ന് ഗ്യാക്പോക്കി വെച്ച് കൊടുക്കുന്ന ലെഫ്റ്റ് വിങ്ങിൽ ഗ്യാക്പോക്കി വെച്ച് കൊടുക്കുന്ന ബോൾ അദ്ദേഹം ഒരു പ്രിസൈസ് ക്രോസ് തന്നെ ഡിയോഗോ ജോട്ടയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. ഡിയോഗോ ജോട്ട അത് ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെ ഡിയോഗോ ജോട്ടയുടെ 100ാമത്തെ സ്റ്റാർട്ടായിരുന്നു ലിവർപൂളിന് വേണ്ടിയുള്ളത്. സോ ആ ഒരു മത്സരത്തിൽ തന്നെ അദ്ദേഹം ഈ വിന്നിങ് ഗോളും നേടി. അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ ലിവർപൂളിനെ തേടി വരുന്നുണ്ട്. പക്ഷെ ലിവർപൂളിന് ആ ഒരു ഫൈനൽ ടച്ച് അല്ലെങ്കിൽ ഫൈനൽ പ്രിസിഷൻ കണ്ടെത്താൻ പോയി. സോ അവസരങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുത്തെങ്കിലും സ്കോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. നേരെ തിരിച്ച് ക്രിസ്റ്റൽ പാലസിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവസരങ്ങളൊന്നും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും ആദ്യത്തെ ഒരു ഡിസലൗഡ് ഗോളിന് ശേഷം അവർക്ക് കാര്യമായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഫോൾട്ടി ഗെയിമായിരുന്നു അവരുടെ, ഒട്ടും പ്രിസിഷൻ ഇല്ലാത്ത ഒരു ഗെയിമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അവസരം അവർക്ക് കിട്ടിയിരുന്നു. ഫോർവേഡായ സാറിനാണ് അവസരം കിട്ടിയത്. പക്ഷെ സാറിന്റെ ഷോട്ട് അലിസൺ ബെക്കർ, ലിവർപൂൾ ഗോൾ കീപ്പർ, സേവ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചു. ഫസ്റ്റ് ഹാഫിൽ സെൽഹസ്റ്റ് പാർക്കിൽ 1-0 ലീഡിൽ മത്സരം നിൽക്കുന്ന സമയത്ത് ലിവർപൂളിന് ഒരു ഇഞ്ചുറി ട്രബിൾ വരികയാണ്. അർജന്റീൻ മിഡ്ഫീൽഡറായ മാക് അലിസ്റ്ററിന് ലെഫ്റ്റ് തൈ ഇഞ്ചുറിയുടെ പേരിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആർനെ സ്ലോട്ടിന് പകരം ഡൊമിനിക് സബസ്ലയെ ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം മത്സരം കണ്ടിന്യൂ ചെയ്തു. 60ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റൽ പാലസ് ഒരു മേജർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ടാർഗറ്റ് മാൻ ആയിട്ട് അവർ ഇറക്കി വിടുന്നത് ജീൻ മറ്റേറ്റ എന്ന് പറയുന്ന പ്ലെയറിനെയാണ്. ഈ ഒരു പ്ലെയറിനവരോടുകൂടി അവരുടെ അറ്റാക്കിംഗ് ഡൈനാമിക്സ് വളരെയധികം ഇമ്പ്രൂവ് ആയി എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ഹാഫിലൊന്നും അറ്റാക്കിങ്ങിൽ വലിയ റോളൊന്നും ഇല്ലാതിരുന്ന ഒരു ടീമായിരുന്നു ക്രിസ്റ്റൽ പാലസ്. അവസാന നിമിഷങ്ങളിൽ ആ ഒരു അറ്റംപ്റ്റ് ഒഴിച്ചു നിർത്തി. പക്ഷേ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി അവസരങ്ങൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻകിറ്റിയേക്കും അതേപോലെ SAക്കും എല്ലാം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ക്രിസ്റ്റൽ പാലസിന് വില്ലനായി നിന്നത് ഒന്നിനെങ്കിൽ പുവർ ഫിനിഷിങ് അല്ലെങ്കിൽ അലിസൺ ബെക്കറിന്റെ സേവുകളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റൽ പാലസ് പ്ലെയറായ മാർക്ക് ഗുയിയെ ലിവർപൂൾ ഡിഫൻഡറായ വിർജിൽ വാൻഡിക്ക് കൈ പിടിച്ച് വലിച്ചിടുന്ന ഒരു സീക്വൻസ് പെനാൽറ്റി ബോക്സിൽ നടക്കുന്നുണ്ട്. സോ അതിനൊരു പെനാൽറ്റി അപ്പീൽ ക്രിസ്റ്റൽ പാലസ് പ്ലെയേഴ്സ് റേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെഫറിയും അതിനുശേഷം VARഉം അത് കൺസിഡറേഷനിലേക്ക് എടുക്കുന്നില്ല. പിന്നീട് 79ാമത്തെ മിനിറ്റിൽ ലിവർപൂളിന് മറ്റൊരു ഇഞ്ചുറി ആഘാതം ഏൽക്കുകയാണ്. അവരുടെ ഗോൾ കീപ്പറായ അലിസൺ ബെക്കർ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം കളം വിട്ടു പോവുകയാണ്. പകരക്കാരനായിട്ട് വരുന്നത് ചെക്ക് ഗോൾ കീപ്പറായ ജാറോസ് ആണ് കളിക്കളത്തിലേക്ക് വന്നത്. അതിനുശേഷം ക്രിസ്റ്റൽ പാലസ് അവരുടെ ബെസ്റ്റ് ചാൻസ് കണ്ടെത്തിയത് അതിനുശേഷമായിരുന്നു. 83ാമത്തെ മിനിറ്റിൽ ഫോർവേഡായ SAക്ക് ഈ മത്സരത്തിൽ തന്നെ അവരുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പക്ഷേ താരം അടിക്കുന്ന ഷോട്ട് നേരെ ജാറോസ് ഗോൾ കീപ്പറിന്റെ കയ്യിലേക്ക് തന്നെയാണ് അടിച്ചു വിട്ടത്. സോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ നിൽക്കുന്ന സെൻട്രൽ പൊസിഷനിലേക്ക് തന്നെയാണ് അദ്ദേഹം അടിച്ചത്. സോ ആ ഒരു അവസരം ക്രിസ്റ്റൽ പാലസ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ലിവർപൂൾ അവരുടെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് പതറിയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അത്ര കൺട്രോൾ അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല സെക്കൻഡ് ഹാഫിൽ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ പാലസ് കുറച്ചും കൂടി അവരുടെ അറ്റാക്കിംഗ് ഡൈനാമിക്സ് ഇമ്പ്രൂവ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ആ ലീഡിൽ പിടിച്ചു നിൽക്കാൻ ലിവർപൂളിന് കഴിഞ്ഞു. അങ്ങനെ മത്സരം സെൽഹസ്റ്റ് പാർക്കിൽ 1-0 ലിവർപൂളിന് ഫേവറബിൾ ആയിട്ട് അവസാനിച്ചു. അവരങ്ങനെ പ്രീമിയർ ലീഗിൽ ടോപ്പിൽ തന്നെ ലിവർപൂൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് നോക്കുകയാണ്. ആഴ്സണൽ വേഴ്സസ് സൗത്താംപ്ടൺ മത്സരം. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിന്റെ ഹോം മാച്ച് ആയിരുന്നു. ആ മത്സരത്തിന് വേറെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിട്ടേൺ ഓഫ് റാംസ്ഡെയിൽ, ആരോൺ റാംസ്ഡെയിലിന്റെ തിരിച്ചുവരവാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക്. കഴിഞ്ഞ കൊല്ലം വരെ ഫാൻ ഫേവറേറ്റ് ആയിരുന്നു, ആഴ്സണൽ ഗോൾ കീപ്പർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സൗത്താംപ്ടണിലേക്ക് ഈ സീസണിന്റെ തുടക്കം പോയി. സോ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവും കൂടിയായിരുന്നു ഈ മത്സരം. ആരോൺ റാംസ്ഡെയിൽ വേഴ്സസ് ഡേവിഡ് റയ ഒരു ഫേസ് ഓഫ് മത്സരമായിരുന്നു. മത്സരത്തിന്റെ ഇനി ടീം ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ഒരു 4-4-2 ഫോർമേഷനിലാണ് ഇൻ പേപ്പർ ആണ് നിർത്തിയിരുന്നത്. ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ ഒരു
5-4-1 ഫോർമേഷനിലായിരുന്നു. ഇതിൽ ആഴ്സണലിൻ്റെ ഫോർമേഷനിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, റൈറ്റ് ബാക്ക് കളിച്ചിരുന്ന ബെൻ വൈറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു. ഗ്രോയിൻ ഇഞ്ചുറി കൺസേൺസ് ഉള്ള കാരണം അദ്ദേഹം ഇഞ്ചേർഡ് ആയി. അതിനുശേഷം പകരക്കാരനായിട്ട് ജൂലിയൻ ടിംബറാണ് കളിച്ചു വന്നിരുന്നത്. ലാസ്റ്റ് പാരീസുമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ അദ്ദേഹത്തിന് ഒരു മസിൽ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. സോ അദ്ദേഹവും ഈ മത്സരത്തിനില്ല. സോ 2 റൈറ്റ് ബാക്സ് ഇല്ലാത്തത് കൊണ്ട് മൈക്കേൽ ആർട്ടേറ്റ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കാറുള്ള തോമസ് പാർട്ടേനെയാണ് റൈറ്റ് ബാക്കിൽ കളിപ്പിച്ചത്. സോ അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാറുണ്ടായ മാർട്ടിനെല്ലിക്ക് പകരക്കാരനായിട്ട് പുതിയ സൈനിങ് ആയ റഹീം സ്റ്റെർലിങ്ങിനെയാണ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉൾപ്പെടുത്തിയിരുന്നത്. സോ ഈ 2 ചേഞ്ചസ് ആണ്. എസ്പെഷ്യലി റഹീം സ്റ്റെർലിങ്ങിൻ്റെ ഒരു അത്ര ഇതായിട്ട് പെക്യുലറായിട്ട് തോന്നിയില്ല. പക്ഷേ റൈറ്റ് ബാക്കിൽ തോമസ് പാർട്ടിനെ കണ്ടപ്പോൾ അത് ശരിക്കും ഒരു പുതിയൊരു ട്രൈ ആണ് ആർട്ടറ്റയുടെ ഭാഗത്തു നിന്ന് കണ്ടത്. ഇനി മത്സരം തുടങ്ങുമ്പോൾ തന്നെ മത്സരത്തിൽ ഫുൾ കൺട്രോൾ ആഴ്സണൽ ഏറ്റെടുക്കുന്നുണ്ട്. സ്ഥിരം സ്ക്രീൻ പ്ലേ, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഫസ്റ്റ് ഹാഫ് കഴിയാറാവുമ്പോഴേക്കും സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ അറ്റംപ്റ്റ്സ് എന്ന് പറയുമ്പോൾ 10ൽ കൂടുതൽ അറ്റംപ്റ്റ്സ്, 12-13 അറ്റംപ്റ്റ്സ് അവർക്കുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ഒരു പോയിന്റ് വരെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ആഴ്സണലിന് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം ക്രിസ്റ്റൽ പാലസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ആദ്യമേ തന്നെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം കാര്യമായ അറ്റംപ്റ്റ്സ് ഒന്നും അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ഒരു ഡേ ആൻഡ് നൈറ്റ് പോലെ വേർതിരിച്ച് പറയേണ്ട 2 പെർഫോമൻസ് ആയിരുന്നു ടീമുകളുടെ. അതിൽ ആഴ്സണലിന് വേണ്ടി അവസാനം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോഴാണ് തോമസ് പാർട്ടി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നതും അത് ആരോൺ റാംസ്ഡെയിൽ സേവ് ചെയ്യുന്നതും. ഇനി മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ സൗത്താംപ്ടൺ ടീമിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ബോക്സ് ഓവർ ക്രൗഡ് ആക്കി അവർ നല്ലൊരു ഡിഫെൻസീവ് വാൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബോള് അറ്റാക്കിംഗ് ബോക്സിലേക്ക് എത്തിക്കാൻ ആഴ്സണൽ പ്ലേയേഴ്സിന് കഴിയുന്നുണ്ടെങ്കിലും ഫൈനൽ ഷോട്ട് പ്രിസൈസ് ആയിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്പേസും ടൈമും സൗത്താംപ്ടൺ പ്ലേയേഴ്സ് അവർക്ക് ആഴ്സണൽ പ്ലേയേഴ്സിന് കൊടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 0-0 എന്നുള്ള രീതിയിൽ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ആഴ്സണലിൻ്റെ ഒരു പ്യൂർ ഡോമിനേഷനും നല്ല രീതിയിലുള്ള സ്കോറിങ്ങും ഫസ്റ്റ് ഹാഫിൽ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ 0-0 നിൽ എന്നുള്ള സ്കോർ ലൈനിൽ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. സെക്കൻഡ് ഹാഫും ആഴ്സണൽ അവരുടെ സ്ഥിരം ശൈലിയിൽ ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോകവെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 55ാമത്തെ മിനിറ്റിൽ സൗത്താംപ്ടൺ പ്ലെയറായ ആർച്ചർ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ നേടുന്നത്. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. ആർച്ചർ ബോക്സിനകത്ത് കയറി ലെഫ്റ്റ് സൈഡിൽ നിന്നും സാലിബേനെ വെട്ടിച്ചെടുക്കുന്ന ഒരു ഗ്രൗണ്ടഡ് ഷോട്ടായിരുന്നു. അത് ഡേവിഡ് റായെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നെറ്റിൻ്റെ റൈറ്റ് കോർണറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. സോ 55ാമത്തെ മിനിറ്റിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തെ മൊത്തം നിശബ്ദതയിൽ ആഴ്ത്തി സൗത്താംപ്ടൺ അവർ ആദ്യത്തെ ഗോൾ നേടുന്നത്. പക്ഷെ ആ ഒരു ഗോൾ വരുന്ന മൂവ്മെന്റിന്റെ തുടക്കത്തിൽ ആഴ്സണൽ പ്ലെയറായ സ്റ്റെർലിങ്ങിനെ സൗത്താംപ്ടൺ പ്ലെയറായ ഫെർണാണ്ടസ് ഫൗള് ചെയ്യുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷെ അത് VAR ചെക്കിലൊന്നും ഫൗളായിട്ട് വിധിക്കുന്നില്ല. സോ അങ്ങനെ 55ാമത്തെ മിനിറ്റിൽ സൗത്താംപ്ടൺ ലീഡ് എടുക്കുകയാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട്. പക്ഷെ അതിനുശേഷം വെറും 3ാമത്തെ മിനിറ്റിൽ 58ാമത്തെ മിനിറ്റിൽ ആഴ്സണൽ തിരിച്ചടിക്കുന്നുണ്ട്. അടിക്കുന്നത് ജർമ്മൻ ഫോർവേഡായ കായ് ഹാവേർട്സ് തന്നെയാണ്. അസിസ്റ്റ് കൊടുക്കുന്നത് ബുക്കായോ സാക്കയാണ്. ബോക്സിന്റെ എഡ്ജിൽ ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു തകർപ്പൻ ഷോട്ടായിരുന്നു കായ് ഹാവേർട്സ് വക. ഗോൾ കീപ്പറായ ആരോൺ റാംസ്ഡെയിലിനെ ബീറ്റ് ചെയ്ത് ലെഫ്റ്റ് ബാറിന്റെ ഇൻസൈഡിൽ ഇടിച്ച് പോസ്റ്റിനകത്തേക്ക് കയറുകയായിരുന്നു. അതിന് 58ാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ ഈക്വലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോൾ വരുന്നതോടുകൂടി കായ് ഹാവേർട്സിന് മറ്റൊരു റെക്കോർഡും കൂടി കിട്ടുന്നുണ്ട്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കണ്ടിന്യൂസ് ആയി 7 മത്സരങ്ങളിൽ അതായത് ആഴ്സണലിന്റെ 7 ഹോം മാച്ചുകളിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കണ്ടിന്യൂസ് ആയി ഗോൾ നേടുന്ന 2ാമത്തെ പ്ലെയർ എന്നുള്ള റെക്കോർഡും കൂടി കായ് ഹാവേർട്സിന് ഈ ഒരു ഗോളോട് കൂടി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രീമിയർ ലീഗ് സീസണിലെ 4ാമത്തെ ഗോളും കൂടിയാണ്. ഈ ഒരു റെക്കോർഡ് ഇതിനു മുമ്പ് നേടിയ താരം റോബിൻ വാൻ പെർസിയാണ്. 2011-12 സീസണിലാണ് അദ്ദേഹം ഈ റെക്കോർഡ് നേടിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ പ്ലെയറാണ് കായ് ഹാവേർട്സ്. ഈ ഗോളിന് ശേഷം തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ മിക്കേൽ ആർട്ടറ്റ അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻസിനെ ഇറക്കി വിടുന്നുണ്ട്. 3 സബ്സ്റ്റിറ്റ്യൂഷനാണ് 60ാമത്തെ നിമിഷത്തിൽ ഒറ്റയടിക്ക് നടത്തുന്നത്. ട്രോസാർഡ്, മാർട്ടിനെല്ലി, മിക്കേൽ മെറീനോ, ഈ 3 പ്ലേയേഴ്സിനെയാണ് ഒരുമിച്ച് ഇറക്കി വിടുന്നത്. അതിനുശേഷം 68ാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ അവരുടെ 2ാമത്തെ ഗോൾ, അതായത് ലീഡിങ് ഗോൾ കണ്ടെത്തുന്നുണ്ട്. അതിന് അഗൈൻ അസിസ്റ്റ് കൊടുക്കുന്ന ബുക്കായോ സാക്ക തന്നെയാണ്. ബോക്സിന്റെ റൈറ്റ് എഡ്ജിൽ നിന്നും ബുക്കായോ സാക്ക കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ക്രോസ് ലെഫ്റ്റ് നിയർ പോസ്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്ന രീതിയിൽ അതിലേക്ക് ഓടിച്ചെന്ന് സ്കോർ ചെയ്യുന്നത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന മാർട്ടിനെല്ലിയാണ് സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം അതൊരു ഓഫ് സൈഡ് ചെക്കിനൊക്കെ വിധേയമായിരുന്നു. ലെങ്തി ചെക്കൊക്കെ നടത്തിയിരുന്നു. പക്ഷേ സംഭവം ഓൺ സൈഡ് ആയിരുന്നു. അങ്ങനെ ആഴ്സണൽ അവരുടെ ലീഡിങ് ഗോൾ 68ാമത്തെ മിനിറ്റിൽ
മാർട്ടിനെലി വഴി നേടുന്നുണ്ട്. അതിനുശേഷം മത്സരത്തിൽ ഒട്ടും ഡിഫെൻസീവ് ലെയറിലേക്ക് ഇറങ്ങാൻ ആഴ്സണൽ റെഡി ആയിരുന്നില്ല. കാരണം 2 ഗോളായി, ആ ഗോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാം എന്നൊരു സ്ട്രാറ്റജി അവരെടുത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തു. ഇതിന്റെ ഇടയിൽ സൗത്ത് ആംപ്ടണും അത്യാവശ്യം ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കോർണറിൽ നിന്ന് വരുന്ന ഒരു ചാൻസ്, അത് റായയുടെ ഇന്റർഫിയറൻസിന് ശേഷം ബാറിൽ തട്ടി പോകുന്നുണ്ട്. സോ ആ ഒരു അവസരം അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 88ാമത്തെ മിനിറ്റിലാണ് ആഴ്സണൽ അവരുടെ 3ാമത്തെ ഗോൾ നേടുന്നത്. ബോളുമായി പ്രൊസീഡ് ചെയ്ത ട്രൊസാഡിന്റെ കയ്യിൽ നിന്നും ഡിഫൻഡർ ബോൾ തട്ടിപ്പറിച്ച് പോയതാണ്. പക്ഷേ ബോളും കൊണ്ട് നീങ്ങി ചെല്ലുന്നത് പിറകിൽ നിന്ന് ഓടി വരുന്ന ബുക്കായോ സാക്കയുടെ ട്രാവലിംഗ് പാത്തിലേക്കായിരുന്നു. ഓടി വന്ന സാക്ക ഫസ്റ്റ് ടൈം ഷോട്ട് റാംസ്ഡെയിൽ അഗെയിൻ ബീറ്റനാവുകയാണ്. അങ്ങനെ 3-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ആഴ്സണലിലെത്തി. സാക്ക അപ്പോൾ ഈ മത്സരത്തിൽ 2 അസിസ്റ്റും 1 ഗോളും നേടി. അങ്ങനെ ഈ മത്സരത്തിൽ അങ്ങനെ ആഴ്സണൽ ആ ഒരു ലീഡ് വിട്ടുകൊടുക്കാതെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ച് തീർത്തു. അങ്ങനെ അവരവരുടെ പ്രീമിയർ ലീഗിലെ 400ാമത്തെ ഹോം വിജയം കൈവരിക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തോടെ. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ശേഷം 400 ഹോം വിജയങ്ങൾ നേടുന്ന 2ാമത്തെ ടീമാണ് ആഴ്സണൽ. സോ ഈ ഒരു മത്സരത്തോടു കൂടി ഈ ഒരു സീസണിൽ അൺബീറ്റൺ റൺ ആഴ്സണൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17 പോയിന്റാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലുള്ളത്. 3rd പൊസിഷനിലാണ് അവരുള്ളത്. പക്ഷേ സൗത്ത് ആംപ്ടന്റെ അവസ്ഥ ഇത്തിരി മോശമാണ്. ഈ ഒരു സീസൺ ഇത്രയായിട്ടും ഒരു വിജയം പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. താഴെത്തട്ടിലാണ് അവരുടെ കിടപ്പ്. സോ പ്രീമിയർ ലീഗിൽ ഈ 2 മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് അൽഗോരിതം വഴി ഈ വീഡിയോ കുറച്ചും കൂടി റീച്ചിൽ എത്തുകയുള്ളൂ. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.